ഇനി ഇന്നത്തെ ഗോസ്പൽ പ്രസന്റേഷനിൽ വന്നിരിക്കുന്ന പാളിച്ച എന്താ? ആ വാക്ക് ശ്രദ്ധിച്ചോ. യേശുവിനെ കടഭാരം മാറ്റുന്നവൻ എന്ന് ഏറ്റു പറയുന്നതല്ല, രോഗസൗഖ്യം ആക്കുന്നവൻ എന്ന് ഏറ്റു പറയുന്നതല്ല. ഇംഗ്ലീഷിൽ ഒരു ഫേമസ് പാട്ടില്ലേ, വേ മേക്കർ, മിറക്കൽ വർക്കർ, പ്രോമിസ് കീപ്പർ. അങ്ങനെ പ്രഖ്യാപിക്കുക എന്നല്ല, യേശുവിനെ കർത്താവ് എന്ന്, യേശുവിനെ കർത്താവ് എന്ന് വായും കൊണ്ട് ഏറ്റുപറയും. ഇന്നത്തെ ഗോസ്പൽ പ്രസന്റേഷനിൽ വന്നിരിക്കുന്ന ഒരു പാളിച്ച ഞാൻ പറയാം, എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ. ഇന്നത്തെ ഗോസ്പൽ പ്രസന്റേഷനിൽ വന്നിരിക്കുന്ന ഒരു പാളിച്ച, യേശു കർത്താവ് എന്ന് നമ്മൾ പറയുന്നില്ല. ജീസസ് ഇസ് ദ ലോർഡ്. നമ്മൾ ഒരിടത്തിൽ ചിലപ്പോൾ സുവിശേഷം പറയുമ്പം നമ്മൾ അവരോട് പ്ലീ ചെയ്യുന്നത് പോലെ, ഇങ്ങോട്ട് ഒന്ന് വന്നേ, അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തേ. ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഈ മരുന്ന് കഴിച്ചാൽ ഇതൊക്കെ ട്രൈ ചെയ്തേ, എന്നാൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യ് എന്ന് യേശുവിനെ ഒന്ന് ട്രൈ ചെയ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഗോസ്പൽ തന്നെ പ്രസന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട്, അക്സെപ്റ്റ് ജീസസ് ആസ് എ പേഴ്സണൽ സേവിയർ, ആസ്ക് ജീസസ് ടു കം ഇൻ ടു യുവർ ഹാർട്ട്, ഇൻവൈറ്റ് ജീസസ് ഇൻ ടു യുവർ ലൈഫ്. അല്ലെങ്കിൽ പറയും, മേക്ക് എ ഡിസിഷൻ ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി ഒരു ഡിസിഷൻ. അതായത് ക്രിസ്തു വളരെ ബലഹീനനായിട്ട് ഇരിക്കുക, ആരെങ്കിലും എൻ്റെ ഗ്രൂപ്പിൽ വരാനുണ്ടോ എന്നിരിക്കുമ്പോഴാണ് ഒരാൾ വന്നത്, മേക്ക് ഡിസിഷൻ ഫോർ ഹിം, ട്രൈ ജീസസ് ഇൻ യുവർ ലൈഫ്. യേശുവിന് പല കാര്യങ്ങളും ട്രൈ ചെയ്തില്ലേ, ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അല്ല സുവിശേഷം പ്രസന്റ് ചെയ്യുന്നത്. സുവിശേഷം പ്രസന്റ് ചെയ്യുന്നത് ജീസസ് ഈസ് ദ ലോർഡ്, യേശുവിനെ കർത്താവ് എന്ന്. ഒരു സെഗ്മെന്റ് ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? ബ്രദറെ, ഇങ്ങനൊന്നും സീരിയസ് ആയി നമ്മൾ പ്രസംഗിക്കരുത്. യേശുവിനെ കുറിച്ചുള്ള ചില സത്യം, ഫാക്റ്റുകൾ, ട്രൂ ഫാക്റ്റുകൾ അത് മനസ്സിലാക്കിയാൽ മതി. യേശു ദൈവമാണെന്നും യേശു അത്ഭുതം അങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ മതി. യേശു കർത്താവാണെന്നും യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലൊക്കെ നമ്മൾ വരണമെന്നൊക്കെ പറയുമ്പോഴില്ലേ, അത് കൃപയെ വളരെ വഷളാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് യേശു കർത്താവാണെന്നും കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരണമെന്നൊന്നും അങ്ങനൊന്നും പറയല് ബ്രദറെ എന്ന് പറയുന്ന ഒരു സെക്ടർ ഗ്രൂപ്പ് പ്രൊട്ടസ്റ്റൻസിലുണ്ട്. അത് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അവർ പറയുന്നത്, അങ്ങനെ കർത്തൃത്വം ചെയ്യുന്ന ഒരു കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രേസിനെ കറപ്റ്റ് ചെയ്തു, ഗ്രേസ് ചീപ്പാക്കി കളഞ്ഞു. അപ്പോൾ കർത്താവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം, രക്ഷയെക്കുറിച്ച് അറിയണം, നിത്യജീവനെ കുറിച്ച് അറിയണം, യേശു ദൈവമാണെന്ന് മനുഷ്യനായി വന്നതൊക്കെ അറിയണം. പക്ഷേ യേശുവിൻ്റെ സ്ലേവായി, യേശു മാസ്റ്ററായി അങ്ങനെ പറയരുത്. അങ്ങനെ ഒരു സെറ്റ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ പെന്തക്കോസ്തുകാരോട് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് സ്നാനപ്പെട്ടെന്ന് പറയും. എനിക്ക് തോന്നുന്നില്ല സ്നാനപ്പെട്ടവരൊക്കെ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്നൊന്നും എനിക്ക് സംശയമുണ്ട്. സ്നാനപ്പെട്ടവരെല്ലാവരും വീണ്ടും ജനിച്ചോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. സ്തോത്രം. കാരണം അങ്ങനെ എൻ്റെ ഈ 15 വർഷത്തുള്ള എളിയ ശുശ്രൂഷയിൽ അങ്ങനെ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു അടയാളം പോലും കാണാത്ത ഒരു അനുഭവം. ഞാൻ പറയുന്ന ചില വാക്കുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തില്ലായിരിക്കാം, പക്ഷെ അത് കുഴപ്പമില്ല. അതിൻ്റെ സത്യം അങ്ങനെ ആയതുകൊണ്ടാണ്. പലപ്പോഴും ചിലർ വിചാരിക്കുന്നത് രക്ഷിക്കുക അല്ലെങ്കിൽ ഗോസ്പൽ തന്നെ പ്രസന്റ് ചെയ്യുന്നത് ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലായിട്ട്, അതായത് സമൃദ്ധിയുടെ സുവിശേഷമായിട്ട്. ഇങ്ങോട്ട് വന്നാട്ടെ സൂപ്പർഫിഷ്യലായിരിക്കുന്ന ഉപരിവിപ്ലവമായിരിക്കുന്ന ചില റിക്വയർമെൻറ്റ്സ്, മെറ്റീരിയൽ ആയിരിക്കുന്ന ചില ബ്ലെസ്സിങ്സ്, അങ്ങനെ സുവിശേഷം പ്രചരിക്കപ്പെടാറുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതിലെല്ലാം ശ്രദ്ധിച്ചോ, ഒരു എലിമെൻറ്റ് മിസ്സിങ്ങാണ്. യേശു രക്ഷിതാവെന്ന് പറയുന്നുണ്ട്, യേശു ദൈവമാണെന്ന് പറയുന്നുണ്ട്, യേശു മനുഷ്യനായി വന്നതെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഒരു എലിമെന്റ് മിസ്സിങ്. എന്താ അറിയാമോ? ജീസസ് ഇസ് ദ ലോർഡ്, യേശു കർത്താവാണ്. അഥവാ യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ പോലും ഡു വി റിയലി മീൻ ഇറ്റ്? അത് യഥാർത്ഥമായി നമ്മളത് ഗ്രഹിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ലോക്സഭയിൽ ഹോത്ത് സെറമണി ഉണ്ടായിരുന്നു. പല നേതാക്കന്മാർ വന്നിട്ട് നെഞ്ചത്ത് കൈവച്ച് മൈക്കിക്കൂടെ ഹോത്ത് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് ചുമ്മാതാ പറയുന്നത് എന്നതുപോലെ നമ്മൾ പാട്ടിൻ്റെ ഇടയ്ക്ക് 4 കർത്താവും, പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് 25 കർത്താവും, പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഒരു 30 കർത്താവെന്നും പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. മത്തായി 7:21 കർത്താവ് പറയാ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നേവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. കണ്ടോ? അപ്പോൾ കേവലം കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല, പലപ്പോഴും പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. ചിലർ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ കർത്താവേ ഇങ്ങനെ നെഞ്ചത്തിൽ കൈവച്ചു കർത്താവേ എന്ന് പറയും. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ്. അപ്പോൾ ഇത് നമുക്കൊരു ശൈലിയായിപ്പോയി. എന്താ കർത്താവിൻ്റെ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലോർഡ്? കർത്താവേ എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം ചെയ്യുന്നതെന്നാണ്. നമ്മൾ നേരത്തെ വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. മാത്യു 11:29. അധ്വാനിക്കുന്നവരും അതല്ലേ അടുത്തോ?
ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പൊ കർത്താവിന്റെ അടുക്ക വന്നവരോട്, യേശുവിന്റെ അടുക്ക വന്നവരോട് കർത്താവ് പറയുകയാണ്, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്ത് ചെയ്യണം? എന്നോട് പഠിക്കണം. പഠിക്കണം. കർത്താവിന്റെ ഡിമാൻഡ് കണ്ടോ? എന്റെ അടുക്കൽ വരാൻ പറഞ്ഞവരോട് കർത്താവ് പറയുകയാണ്, യു ഷുഡ് ടേക്ക് മൈ യോക്ക് ആൻഡ് ലേൺ ഫ്രം മീ. ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:36 നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:36. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 36. Yeah. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. കണ്ടോ? നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ദൈവം കർത്താവും ക്രിസ്തുവും, ലോർഡ് ആൻഡ് ക്രൈസ്റ്റ് ആക്കി വെച്ചത് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ഇനി ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയായി ഈ വാക്യങ്ങളെ റെഫറൻസ് നൽകുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം നോക്കിക്കേ. നമുക്ക് പരിചയമുള്ള വാക്യമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ഈ വാക്യങ്ങളെല്ലാം റെഫറൻസ് നോക്കിക്കേ. രക്ഷ അവിടെ പ്രോമിസ് ചെയ്യുന്നത് ആരോടാ? യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരുന്നവരോടാ. യേശുവിനെ കർത്താവായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവരോടാണ് രക്ഷ പ്രോമിസ് പോലും ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങ് വാ, സാഹചര്യങ്ങളെല്ലാം മാറും ബ്രദറെ, ഇങ്ങ് വാ, നീ വലിയവനാകും ബ്രദറെ എന്ന് പറയുകയല്ല ഇവിടെ. യു ഷുഡ് നോ ഹൂ ഇസ് കോളിംഗ് യു, ദ ലോർഡ് ഹിംസെൽഫ്. കർത്താവ് തന്നെ നിങ്ങളെ വിളിക്കുക.